ഹലോ മച്ചാന്മാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിന്ന് പതിപോലെ ഞായറാഴ്ചയാണല്ലോ, വീക്കെൻഡൊക്കെ ആണല്ലോ, ഇനി നാളെ മുതൽ ഓഫീസിൽ പോകണ്ടേ. അപ്പം ചുമ്മാ വണ്ടി എടുത്തുനിന്ന് ഇറങ്ങിയതാ ഒന്ന് കറങ്ങാനൊക്കെ ആയിട്ട്. അപ്പം തോന്നി നമ്മുടെ ഇപ്പോൾ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ദിയ കൃഷ്ണയുടെ വിഷയം, അതേക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇന്ന് ഇടുന്നത്. അപ്പോൾ സംഗതികളൊക്കെ സ്ഥിരം ക്ലിഷേ പരിപാടികൾ തന്നെ. മുതലാളി ഒരു ബിസിനസ് തുടങ്ങുന്നു, തൊഴിലാളികളെ വെക്കുന്നു, തൊഴിലാളികൾ നല്ല രീതിയിൽ വിശ്വാസവഞ്ചന കാണിച്ച് കാശ് അടിച്ചു മാറ്റുന്നു. ഇതൊക്കെ തന്നെ സ്ഥിരം മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ക്ലിഷേ പരിപാടി തന്നെ. ഈ ദിയകൃഷ്ണ ഒരു നല്ലൊരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പുള്ളിക്കാരത്തിയുടെ വലിയ ആരാധകനോ അല്ലെങ്കിൽ ഫോളോവറോ ഒന്നുമല്ല. ഇൻഫാക്റ്റ് ഞാൻ പുള്ളിക്കാരത്തിയുടെ വീഡിയോകളോ അങ്ങനെ റീൽസുകളോ ഒന്നും കാണാറ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇവരുടെ അച്ഛൻ കൃഷ്ണകുമാറാകട്ടെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു നടനാണ്. പക്ഷേ പുള്ളിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നയങ്ങളോട് എനിക്ക് യാതൊരു യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പുള്ളിയുടെ വലിയൊരു ആരാധകനോ അല്ല. പുള്ളിയെ വലിയ കാര്യമായിട്ട് ഫോളോയും ചെയ്യാറില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്ന നമ്മൾ കേട്ടിടത്തോളം എനിക്ക് തോന്നണു ന്യായം പുള്ളിയുടെ ഭാഗത്താണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നൊന്നല്ല, അതാണ് ന്യായം. പുള്ളിയുടെ ഭാഗത്ത് തന്നെയാണ് ശരി. പുള്ളിയും പുള്ളിയുടെ മകൾ ദിയകൃഷ്ണയും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്കായിട്ടൊരു ചെറിയൊരു സ്നാപ്ഷോട്ടായിട്ട് കഥകൾ, നമുക്കറിവുള്ള കഥകൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുതലാണ് ഈ 3 പെണ്ണുങ്ങൾ ഈ തട്ടിപ്പ് നടത്താൻ തുടങ്ങിയത്. അതായത് ദിയകൃഷ്ണ ഗർഭിണിയായ സമയത്ത് പുള്ളിക്കാരത്തിക്ക് ഷോപ്പിൽ വരാൻ സാഹചര്യമില്ലാത്തൊരു അവസരം മുതലാക്കി അന്ന് മുതലാണ് ഇവർ തട്ടിപ്പ് തുടങ്ങിയത്. ഇത് തട്ടിപ്പ് ഇവർ നടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിൻ്റെ QR കോഡ് വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യിപ്പിച്ച് അതിനകത്തേക്ക് കസ്റ്റമേഴ്സിൻ്റെ ബിൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യിച്ച് അങ്ങനെയാണ് ഇവർ കാശ് തട്ടിയത്. അപ്പോൾ ദിയകൃഷ്ണയോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ഒരു 9 മാസമായിട്ട്. അപ്പോൾ ഈ 9 മാസം കാലയളവിൽ അവർ ഏകദേശം ഇപ്പോൾ ഇത് കൃഷ്ണകുമാറും ദിയ കൃഷ്ണയുടെയും പിന്നെ അവരുടെ ഓഡിറ്ററിനെയും കണ്ടുപിടുത്തമാണ് 69 ലക്ഷം രൂപയുടെ സ്റ്റോക്കിൻ്റെ മിസ്മാച്ച് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ ഞാൻ പല വീഡിയോകളിലും പല യൂട്യൂബേഴ്സും കമൻറ്റ് ചെയ്യുന്നത് കണ്ടായിരുന്നു. അതായത് 69 ലക്ഷം രൂപ 9 മാസം കൊണ്ട് ഈ പറയുന്ന 3 പെണ്ണുങ്ങൾ തട്ടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മാസം അവർ സുമാർ 7 മുതൽ 8 ലക്ഷം രൂപ വരെ അവർ തട്ടിക്കണം. അപ്പോൾ അത്രയൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ടാകുമോ? ഇതൊക്കെയാണ് പലരുടെയും ചോദ്യം. അപ്പോൾ പിന്നെ മിക്കവാറും ഇത് തള്ളായിരിക്കും. 69 ലക്ഷം രൂപയൊന്നും ഉണ്ടാവില്ല, കൂടി പോയാൽ 10-20 ലക്ഷം രൂപയുടെ തട്ടിപ്പൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ആണ് ചിലർ പറയുന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞ തുകയുടെ അടുത്ത് തന്നെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. 69 ലക്ഷം രൂപയുടെ തന്നെ തട്ടിപ്പാട് നടന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇപ്പുറത്ത് ഒരു സൈഡിൽ നിൽക്കുന്നത് കൃഷ്ണകുമാറും ദിയകൃഷ്ണയാണ്. സാമ്പത്തികമായിട്ട് നല്ല നിലവാരമുള്ളവരാണല്ലോ അവർ. സാമ്പത്തികമായിട്ടും അവരുടെ കുടുംബപരമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ സാമ്പത്തികപരമായിട്ട് എന്തായാലും അവർ റീലുകളൊക്കെ ഇട്ടിട്ട് അതിനകത്തൊന്നും വരുമാനം, അങ്ങനെ ഒരുപാട് സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ പല മാർഗങ്ങളിലൂടെ അവർക്ക് നല്ല വരുമാനങ്ങളുണ്ട്. നേരെ മറിച്ച് അവരുടെ എതിരെ നിൽക്കുന്നത് 3 സാധാരണ വീടുകളിലെ പെൺകുട്ടികളാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രതയൊന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങളാണ്. അപ്പോൾ അവരോട് 69 ലക്ഷം രൂപ ഉണ്ടാക്കണം എന്ന മട്ടിൽ അവരുടെ കയ്യിൽ നിന്ന് 69 ലക്ഷം രൂപ തട്ടിക്കണം എന്ന മട്ടിൽ ഇവർ കേസ് കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഇവർക്കും അറിയാം, പൊതുജനങ്ങൾക്കും അറിയാം, ഈ പറഞ്ഞ തുക ഇവരെ കൊണ്ട് ഒരിക്കലും സംഘടിപ്പിക്കാൻ പറ്റുന്ന തുകയല്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വ്യാജ പരാതി കൃഷ്ണകുമാർ കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ചോദ്യം ബാക്കിയാവുന്ന 69 ലക്ഷം രൂപ എങ്ങനെ തട്ടിച്ചു എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ. ദിയകൃഷ്ണ തുടങ്ങിയത് ഒരു ബിസിനസ് സ്ഥാപനമാണല്ലോ. അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർ 1 രൂപയ്ക്ക് ഒരു സപ്ലയറിൽ നിന്ന് മേടിക്കുന്ന സാധനം അത് 2 രൂപയ്ക്കോ 3 രൂപയ്ക്കോ 5 രൂപയ്ക്കോ 10 രൂപയ്ക്കോ മറിച്ച് മറ്റൊരു കസ്റ്റമറിന് കൊടുക്കാനാണ് അവരുടെ ബിസിനസ് സ്ഥാപനം തുടങ്ങി വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അവർ 1 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് അവർ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് അവർ മേടിക്കുകയാണ് 1 രൂപയ്ക്ക്. അതുപോലെ 100 പ്രൊഡക്റ്റ് അവർ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. അവരുടെ മൊത്തം മുടക്ക് മുതൽ 100 രൂപയാണ്. അവർ പക്ഷേ അത് ബിസിനസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പ്രൊഡക്റ്റിന് അവർ ചിലപ്പോൾ 10 രൂപയായിരിക്കും വിലയിടാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ ആ 10 രൂപയ്ക്ക്
100 കസ്റ്റമേഴ്സിന് അവർ അതേ പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ അവരുടെ ലാഭം അല്ലെങ്കിൽ അവരുടെ മൊത്തം വരുമാനം എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. അവരുടെ മുടക്ക് 100 രൂപയും അവരുടെ വരുമാനം 1000 രൂപയും, അതായത് 900 രൂപയോളം അവർക്ക് ലാഭമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ബേസിക്കലി ആ സാധനത്തിൻ്റെ MRPയിലുള്ള പ്രൈസ്, ആ MRP പ്രൈസ് എത്രയാണോ അത് എത്ര പ്രൊഡക്റ്റ് അതുപോലെ MRP 100 രൂപയാണ്, 1000 രൂപയായിരിക്കാം, 2000 രൂപയായിരിക്കാം. അതുപോലെ എത്ര പ്രൊഡക്റ്റുകൾ ഇവർ ഈ 3 പെൺകുട്ടികൾ ഇവരുടെ അറിവില്ലാതെ വിറ്റ് സ്വന്തം അക്കൗണ്ടുകളിലേക്ക് പൈസ മാറ്റി. അത്തരം പ്രൊഡക്റ്റുകളുടെ വാല്യൂ ആണ് ഈ 69 ലക്ഷം എന്ന് പറഞ്ഞാൽ. ഇതിൽ എനിക്ക് തോന്നുന്നത് ദിയാകൃഷ്ണയ്ക്ക് ഒരു നഷ്ടമുണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ ഒരു 18 മുതൽ 25 ലക്ഷത്തിൻ്റെ നഷ്ടമുണ്ടായി കാണും. കാരണം അവർ സപ്ലയറിൽ നിന്ന് മേടിച്ച പ്രൊഡക്റ്റുകൾ അവർ കസ്റ്റമേഴ്സിലേക്ക് എത്തിയത് അവരറിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ സ്റ്റോക്കിൽ വന്നിട്ടുള്ള നഷ്ടം, സ്റ്റോക്ക് അവരുടെ കണക്കിൽപ്പെടാതെ വിറ്റ് പോയതുകൊണ്ട് അവർക്ക് വന്ന നഷ്ടമായ ഒരു 18 മുതൽ 25 ലക്ഷം രൂപ വരേക്കും വരാം. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ കൃഷ്ണകുമാർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 3 പെൺകുട്ടികളിൽ നിന്നും 8 ലക്ഷം രൂപ, 8,83,000 രൂപയോളം തിരിച്ചു കിട്ടി. പിന്നെ ഒരു 15 ലക്ഷം രൂപയും കൊണ്ട് അവർ തരാം എന്ന് കൃഷ്ണകുമാറിനോട് പറഞ്ഞപ്പോൾ കൃഷ്ണകുമാർ അത് ഓക്കെ എന്ന് പറഞ്ഞു വിട്ടതാണ്. നമുക്കെന്നാൽ പിന്നെ ഒന്നും വേണ്ട, 23 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരിക, നമുക്ക് പരാതിയില്ല എന്ന് കൃഷ്ണകുമാർ പറഞ്ഞതാണ്. അതിനുശേഷം ആ 3 പെൺകുട്ടികളും ഇത്ര അതിബുദ്ധി കാണിച്ചു. അതുകൊണ്ടാണ് ഈ കേസ് ഇതുപോലെ ഇച്ചിരി വള്ളിക്കെട്ടായി പോയത്. അപ്പോൾ ആ കൃഷ്ണകുമാർ പറഞ്ഞ തുക 23 ലക്ഷം രൂപ അതിലേക്ക് അയാൾ എത്തി. ആ കേസ് നമുക്കിവിടെ വേണ്ട, നമുക്കിവിടെ വെച്ച് സോൾവ് ആക്കാം എന്ന് പറഞ്ഞത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അയാളുടെ മുടക്ക് മുതൽ ഈ 23 ലക്ഷം രൂപയായിരിക്കാം എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുടക്ക് മുതൽ അത് തിരിച്ചു കിട്ടുവാണെങ്കിൽ പിന്നെ അവർക്ക് പരാതിക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ ഈ 9 മാസം ഇവർക്ക് ശമ്പളം കൊടുത്ത് കാണും, 15,000 പിന്നെ 5,000 രൂപയും കൊണ്ട് എക്സ്ട്രാ ബോണസൊക്കെ കൊടുത്ത് 10,000-20,000 രൂപ വെച്ചിട്ട് 9 മാസം 3 പേർക്കും ശമ്പളം ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു നഷ്ടം വരുമായിരിക്കും അവർക്ക്. എന്നിരുന്നാലും ഈ 3 പെൺകുട്ടികൾ ഇമാതിരി കള്ളത്തരം കാണിച്ചിട്ട് നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ അവറ്റകൾ എടുത്ത ഒരു ജാതി കാർഡുണ്ടല്ലോ, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഈ ഒരു ഐഡിയ കിട്ടുന്നത്? ഇവരെയൊക്കെ ആരാണ് ഇവരെയൊക്കെ ഉപദേശിക്കുന്നത്? ഇവരുടെ വക്കീലാണോ അതോ ഇവരുടെ സുഹൃത്തുക്കളാണോ ഭർത്താക്കന്മാരാണോ? എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അവസാനം നിക്കക്കളിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ജാതി അങ്ങ് എടുത്ത് കിട്ടാൽ മതി, അപ്പോൾ അതിനകത്ത് രക്ഷപ്പെടാം. ഇതൊക്കെ ആരുടെ ബുദ്ധിയാണോ? അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരാൾ കൊണ്ട് കേസ് കൊടുത്തു, ഒരാൾക്ക് നഷ്ടം പറ്റി, അയാളാണ് അവിടുത്തെ വിക്ടിം. അയാൾ ആദ്യം കൊണ്ട് കേസ് കൊടുക്കുന്നു ഒരു പോലീസ് സ്റ്റേഷനിൽ. അത് മനസ്സിലാക്കി ഇവർ കള്ളത്തരം കാണിച്ചു എന്ന് ഇവർക്ക് മനസ്സിലായി, ഇവർ പിടിക്കപ്പെട്ടു എന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ കേസ് കൊടുക്കാൻ പറ്റുന്ന ഏക നിവൃത്തി ഇവരുടെ ഭാഗം കേൾക്കണം, പോലീസുകാർ ഇവരുടെ കൂടെ നിൽക്കണം, നിയമം ഇവരുടെ കൂടെ നിൽക്കണം എന്നൊരു ഐഡിയയിൽ ഇവരുടെ ബുദ്ധി പ്രവർത്തിച്ച രീതിയാണത്. ഇവരുടെ ആയിരിക്കില്ല, ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരാരായാലും അവർ ഉപദേശിച്ച് കൊടുത്തതാണ് ഈ ജാതി കാർഡ് വെച്ചാൽ മതി. കാരണം പരാതിക്കാരൻ ആദ്യത്തെ പരാതി കൊടുത്തവൻ്റെ മുകളിൽ നമ്മുടെ പരാതി നിൽക്കണമെങ്കിൽ ഇനി ജാതി മാത്രമേ നിവൃത്തിയുള്ളൂ ഇതിനകത്ത്, അല്ലേ? ഈ ജാതി കാർഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഒരു ഈ ചീട്ടിൽ അറിയാലോ, ഒരു കുത്ത് ചീട്ടിനകത്തെ ജോക്കറിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, അതാണ് ഈ ജാതി കാർഡിൻ്റെ അതിന് ആ വിലയുണ്ട്. ജോക്കറൊന്ന് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമെന്നുണ്ടെങ്കിലും ജോക്കറാണ് ഒരു കളിയിലെ ഏറ്റവും ശക്തമായൊരു കാർഡ്, അല്ലേ? ഒരു കളിയുടെ ഗതി തന്നെ മാറ്റിവിടാൻ കെൽപ്പുള്ളൊരു കാർഡാണ് ജോക്കർ കാർഡ്. രാജാവിൻ്റെ കൂടെ വെച്ചാൽ രാജാവായി, റാണിയുടെ കൂടെ വെച്ചാൽ റാണിയായി, ജാക്കിൻ്റെ കൂടെ വെച്ചാൽ ജാക്കായി, ആസിൻ്റെ കൂടെ വെച്ചാൽ ആസാവും. അതാണ് ജോക്കർ. കേൾക്കുമ്പോൾ ചിരി വരും, എന്നാൽ എല്ലാവർക്കും വേണം താനും അത്. ഈ ജാതി കാർഡും അതുപോലെയൊക്കെ തന്നെ. പറയാൻ ആർക്കും ഇഷ്ടമില്ല, പക്ഷെ അതുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ നേടാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. അവർക്ക് ജോലി വേണമെങ്കിൽ അവർക്ക് ജാതി കാർഡ് വേണം, ഒരു ബാങ്കിൽ നിന്നും ലോൺ വേണം, സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യം വേണമെങ്കിൽ അതിന് ജാതി കാർഡ് വേണം, ആശുപത്രിയിൽ ചികിത്സാ സഹായം വേണമെങ്കിൽ അതിന് ജാതി കാർഡ് വേണം. എന്നാലൊരു തെറ്റ് കണ്ടുപിടിച്ച് ശാസിച്ചു കഴിഞ്ഞാൽ അവിടെ പറയാൻ പോണത് ഞാൻ ഈ ജാതിപ്പെട്ടവനായതുകൊണ്ടും എൻ്റെ മുതലാളി എന്നെക്കാളും വലിയ ജാതി ആയതുകൊണ്ടും ഞാനിതിന് ഇരയായി എന്നേ പറയുള്ളൂ. ഇതുപോലുള്ള വ്യാജ പരാതികൾ ഏറ്റുപിടിക്കാനാണെങ്കിലും ഇഷ്ടം പോലെ മാധ്യമങ്ങളും ഉണ്ട്.
ഇപ്പോൾ തന്നെ കൃഷ്ണകുമാർ ശരിക്കും പറഞ്ഞാൽ പുള്ളി അത്രയും ബുദ്ധിപരമായിട്ട് കളിച്ചുകൊണ്ട് മാത്രമാണ് പുള്ളി ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. പുള്ളി ഓരോ കാര്യത്തിനും പുള്ളിയുടെ കയ്യിൽ പുള്ളി എല്ലാത്തിൻ്റെ റെക്കോർഡിങ് സൂക്ഷിച്ചിട്ടുണ്ട്. അല്ലാത്ത പേപ്പർ സംബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും പുള്ളിയുടെ അടുത്തുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പുള്ളി ഇപ്പോഴും വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ പുള്ളി ജയിലിൽ പോകേണ്ടതാണ്. ഇതിനെല്ലാം ഉള്ള കാരണം നമ്മുടെ ജോജി സിനിമയിലെ ജോമോൻ്റെ ഡയലോഗാണ്, ഈ സൊസൈറ്റി വെറും ഇതാണെന്ന്. ഈ ഒരു അസന്തുലിതാവസ്ഥ നമുക്ക് എല്ലാത്തിലും കാണാം. ഒരു ആക്സിഡൻ്റ് എടുത്താൽ പോലും അതിൽ കാൽനട യാത്രക്കാരനെ ഒരു ബൈക്കാരൻ ഇടിച്ചു കഴിഞ്ഞാൽ അത് കാൽനട യാത്രക്കാരൻ നോക്കാതെ ക്രോസ് ചെയ്താണെങ്കിലും ബൈക്കാരൻ്റെ പെടലേക്ക് ഇരിക്കുക പ്രശ്നം. ഒരു ബൈക്കും കാറും കൂട്ടിമുട്ടിയാൽ അവിടെയും പ്രശ്നം കാറുകാരൻ്റെയാണ്. ബൈക്കാരൻ തെറ്റ് ചെയ്തതാണോ അല്ലയോ എന്ന് നാട്ടുകാർക്ക് അറിയേണ്ട പോലും കാര്യമില്ല. ഒരു കാറും ലോറിയും ഇടിച്ചു കഴിഞ്ഞാലും ഇത് തന്നെ അവസ്ഥ. ആരുടെയാണോ വലിപ്പമുള്ളത് അവൻ്റെ നെഞ്ചത്തേക്ക് എല്ലാവരും കൂടി കുതിര് കയറുക. ഇതാണ് സൊസൈറ്റി. ഏതായാലും ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് തന്നെ വിധി വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ വരുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് കൃഷ്ണകുമാറിൻ്റെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളും സാക്ഷികളൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ സംഭവിക്കാനിടയുള്ളൂ. എന്തായാലും ഈ കേസിൽ ആരുടെ ഭാഗത്താണോ ന്യായമുള്ളത് എന്ന് കണക്കിലെടുത്ത് കോടതി തന്നെ ഏറ്റവും നല്ലൊരു ഡിസിഷൻ എടുക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ്.